ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐ പ്രത്യക്ഷ സമരത്തിലേക്ക്. ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിക്കുന്നുവെന്ന പരാതികൾ പതിവായ സാഹചര്യത്തിലാണ് ബഹുജന ശൃംഖല തീർക്കാൻ ആലപ്പുഴ ജില്ലാ കൌൺസിൽ തീരുമാനിച്ചത്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് ഗുരുതരമായ അനാസ്ഥയുണ്ടെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി ടി.ജി. ആഞ്ചലോസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. 1.5 മാസത്തിനിടയിൽ ചികിത്സാ പിഴവ് ആരോപണം ഉയർന്ന 3 മരണങ്ങളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നത്. കെട്ടിടം, ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായിട്ടും ആവശ്യമായ ചികിത്സയും പരിഗണനയും ലഭിക്കുന്നില്ലെന്ന പരാതി വേറെ. ചികിത്സാ പിഴവിനെപ്പറ്റി സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണങ്ങൾ ഒന്നിന്റെ പോലും റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല. ഇതാണ് സിപിഐയെ പ്രക്ഷോഭത്തിലേക്ക് നയിച്ച പ്രധാന കാര്യം. ആ അന്വേഷണത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണ്ടേ, തെറ്റായിക്കൊള്ളട്ടെ ശരിയായിക്കൊള്ളട്ടെ. ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ എന്താ നടപടികൾ സ്വീകരിക്കുക, എല്ലാവരെയും ഉടനെ പിരിച്ചുവിടണം എന്നുള്ളതല്ലല്ലോ. പക്ഷേ ജനങ്ങൾക്ക് ഇതിൽ ഗവൺമെന്റ് ഫലപ്രദമായി ഇടപെട്ടുവെന്ന് തോന്നാവുന്ന തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകുന്നതിന് സിപിഐ തീരുമാനിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ഈ മാസം 18 മുതൽ 20 വരെ സിപിഐ ഒപ്പുശേഖരണം നടത്തും. 21-നാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ ബഹുജന ശൃംഖല സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില പ്രക്ഷോഭങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യ ഘട്ടം എന്നുള്ള തരത്തിലാണ് 3 ദിവസം വിപുലമായ ഒപ്പുശേഖരണവും ഒരു ബഹുജന ശൃംഖലയും സിപിഐ ജില്ലാ കൌൺസിൽ സംഘടിപ്പിക്കുന്നത്. തുടർന്നും ആ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിന്റെ കൂടി ഭാഗമാണ് സിപിഐയുടെ സമരം. മെഡിക്കൽ കോളേജിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം സിപിഐ കൂടി സമരത്തിനിറങ്ങുമ്പോൾ ആരോഗ്യവകുപ്പ് കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. റിപ്പോർട്ടർ ആർ. സുജിത്ത്, റിപ്പോർട്ടർ, ആലപ്പുഴ.